സർവസംഘ പരിത്യാഗികളും ലൗകിക സുഖങ്ങളിൽ നിന്ന് മുക്തി നേടിയവരെന്നും സ്വയം പറഞ്ഞു നടക്കുന്ന ബുദ്ധ സന്യാസിമാരെയും മഠാധിപതികളെയും ഹണി ട്രാപ്പിൽ കുരുക്കി 100 കോടി രൂപ തട്ടിയ യുവതി അറസ്റ്റിൽ. ബാങ്കോക്കിലാണ് സംഭവം. സന്യാസിമാരുമായി ലൈംഗിക ബന്ധം പുലർത്തിയിരുന്ന യുവതി ഈ രംഗങ്ങൾ രഹസ്യമായി ചിത്രീകരിച്ചാണ് ബ്ലാക്ക്മെയിൽ ചെയ്തത്. മിസ് ഗോൾഫ് എന്ന പേരിൽ പോലീസ് വിളിക്കുന്ന യുവതിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. 81 സന്യാസിമാരുമായാണ് ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. കഴിഞ്ഞ 3 വർഷത്തോളമായി സന്യാസിമാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് 100 കോടിയോളം രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. രഹസ്യമായി പകർത്തിയ 80,000 ഫോട്ടോകളും ദൃശ്യങ്ങളും ഉപയോഗിച്ചാണ് മിസ് ഗോൾഫ് സന്യാസിമാരെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. ഏതാനും ദിവസം മുൻപാണ് പോലീസിൽ ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുന്നത്. 2024 മെയ് മുതലാണ് മിസ് ഗോൾഫ് സന്യാസിമാരെ ഹണി ട്രാപ്പിൽ കുടുക്കുന്നത്. സന്യാസിമാരുമായുള്ള ബന്ധത്തിൽ തനിക്ക് ഒരു കുട്ടി ജനിച്ചെന്ന് പറഞ്ഞാണ് ഇവർ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഭയന്നുപോയവർ പലരും പണം നൽകി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പണം തട്ടൽ ശ്രമങ്ങളെ തുടർന്ന് ഒരു മഠാധിപതി സന്യാസം തന്നെ ഉപേക്ഷിച്ച് നാടുവിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. 2024 മെയ് മാസം മുതൽ ഈ മഠാധിപതിയുമായി യുവതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് തനിക്ക് കുട്ടി ഉണ്ടായെന്നും കുഞ്ഞിന്റെ ചെലവിനായി 1,85 ലക്ഷം രൂപ വേണമെന്നുമാണ് യുവതി മഠാധിപതിയോട് ആവശ്യപ്പെട്ടത്. ആദ്യം പണം നൽകിയെങ്കിലും നിരന്തരം ഭീഷണിയായതോടെ മഠാധിപതി മുങ്ങുകയായിരുന്നു. സമാനമായ രീതിയിൽ മറ്റ് സന്യാസിമാരും യുവതിക്ക് പണം നൽകിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ലഭിച്ച പണത്തിൽ വലിയ പങ്കും യുവതി ചൂതാട്ട കേന്ദ്രങ്ങളിലാണ് ചെലവിട്ടത്. ഈ മാസം ആദ്യമാണ് യുവതിയുടെ വീട് പോലീസ് പരിശോധിച്ചത്. ഉപയോഗിച്ചിരുന്ന ഫോണിൽ നിന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിച്ച ചിത്രങ്ങളും കണ്ടെത്തിയിരുന്നു. പണം തട്ടൽ, കള്ളപ്പണ ഇടപാട് തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് യുവതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ സന്യാസിമാർ തട്ടിപ്പിന് ഇരയായി എന്നാണ് പോലീസിന്റെ സംശയം. നാണക്കേടില്ലാതെ പരാതി നൽകാൻ ഹോട്ട്ലൈനും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. തായ് ബുദ്ധ സമൂഹത്തിലും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആശ്രമത്തിലെ ഇത്തരം തെറ്റായ പ്രവണതകളെക്കുറിച്ച് അന്വേഷണം നടക്കുമെന്ന് സംഘ സുപ്രീം കൗൺസിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തായ്ലൻഡിലെ ബുദ്ധ സന്യാസിമാരുടെ പരമോന്നത സംഘടനയായ സംഘ സുപ്രീം കൗൺസിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. തായ്ലൻഡിലെ ജനസംഖ്യയിൽ 90% ബുദ്ധമത വിശ്വാസികളാണ്. സന്യാസിമാരുടെ കുത്തഴിഞ്ഞ ജീവിതം ബുദ്ധമത വിശ്വാസികളെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. സന്യാസവൃത്തികളിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുന്നവർക്ക് കനത്ത പിഴ ചുമത്താനും സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആശ്രമ മര്യാദകൾ ലംഘിക്കുന്നവർക്ക് ജയിൽ ശിക്ഷയും പിഴയും അടക്കം ലഭിക്കാനുള്ള രീതിയിലുള്ള നിയമ നിർമ്മാണത്തിനായാണ് സർക്കാർ ശ്രമിക്കുന്നത്.